യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ സ്മരണകൾ ഉയർത്തി ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. യഹൂദജനം ഒലിവിലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് യേശുക്രിസ്തുവിനെ വരവേറ്റതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് കുരുത്തോല ഘോഷയാത്രയും നടന്നു. തിരുവനന്തപുരം പാളയം സെൻറ് ജോസഫ് ലത്തീൻ പള്ളിയിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലിവ് മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പാടി ജനങ്ങൾ വരവേറ്റു. യേശുവിന്റെ പീഡനാനുഭവങ്ങൾ സ്മരിച്ചുകൊണ്ട് വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള ആഘോഷപൂർവമായ ആഗമനത്തെ പറ്റിയുള്ള സുവിശേഷ ഭാഗങ്ങളുടെ വായനയും കുരുത്തോലകളുടെ ആശീർവാദവും നടന്നു. തിരുവനന്തപുരം പാളയം ലത്തീൻ അതിരൂപതയിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ വിശ്വാസികൾക്ക് ഓശാന പെരുന്നാൾ സന്ദേശം നൽകി. ഏറ്റവും പരമമായ വഴിയും പാതയും നമുക്ക് തെളിച്ചു തരുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരാഴ്ച വിശുദ്ധവാരത്തിലെ ഓരോ ദിവസവും സങ്കീർത്തകന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് ഈ വിശുദ്ധ ദിനങ്ങളിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾക്ക് ആരാധനാലയത്തിൽ നിന്ന് ലഭിക്കുന്ന കുരുത്തോല ഭക്തിയോടെ ഭവനങ്ങളിൽ സൂക്ഷിക്കും. കത്തോലിക്ക ദേവാലയങ്ങളിൽ പിറ്റേ വർഷത്തെ വലിയ നോമ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള വരുന്ന വിഭൂതി പെരുന്നാളിൽ ഓശാന ഞായറാഴ്ച പള്ളികളിൽ നിന്നും ലഭിച്ച ഈ കുരുത്തോലകൾ കത്തിച്ച ചാരം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു. ജനം, തിരുവനന്തപുരം.